പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ലൈനാണ് ഇപ്പോൾ അവരുടെ നേതൃത്വം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ ഒരു ചാനലിൽ പറഞ്ഞു, കെ സുരേന്ദ്രൻ്റെ പാസിന് പിണറായി വിജയൻ ഗോളടിക്കാൻ ശ്രമിക്കുകയാണ്. സംഭവം സെൽഫ് ഗോളാണ് വീഴുന്നത്. പക്ഷേ സംഘപരിവാറിൻ്റെ ലൈനിൽ അജണ്ടയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സംസാരിക്കരുതായിരുന്നു. ഇന്നിപ്പോൾ ഉണ്ടായ ഡെവലപ്മെൻ്റ് എന്താ? മുൻപത്തെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ച് അവിടെയുള്ള ഒരാളെയും ഇറക്കി വിടാതെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തണമെന്ന് ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാൽ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നടത്തിയ ചർച്ചയ്ക്കൊടുവിലായിട്ട് ഞാൻ വാർത്തകൾ കാണാനിടയായി. അപ്പോൾ ബീയിങ് എ സ്റ്റേറ്റ് ചീഫ് അദ്ദേഹം ചെയ്യേണ്ടത് എന്താ? അങ്ങനെയുള്ളൊരു നിലപാടിലേക്ക് പ്രസ്ഥാനങ്ങൾ, മതസംഘടനകൾ എല്ലാവരും വന്നു ചേരുന്നതിനെ സ്വാഗതം ചെയ്ത് അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിന് തങ്ങളെ അഭിനന്ദിക്കേണ്ട ആളായിരുന്നു ശരിക്കും ചീഫ് മിനിസ്റ്റർ. അത് ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ സമൂഹം ഒരുമിച്ച് നിൽക്കണം. പക്ഷേ അത്തരം ഇഷ്യൂസിനെ BJPക്ക് മുതലെടുക്കാൻ വേണ്ടി ഇങ്ങനെ പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്തിനാണ് എന്ന സാധാരണ CPM പ്രവർത്തകരുടെ ഉള്ളിൽ പോലും ഉയരുന്ന ചോദ്യത്തിന് അവർക്ക് കൃത്യമായ മറുപടിയില്ല. എന്നിട്ട് അത്തരം ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരാളെ സന്ദീപ് വാര്യർ ചെന്ന് കണ്ടു എന്നുള്ളതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട തങ്ങളെ ആക്ഷേപിക്കുന്നതിന് നേരിട്ട് CM പിണറായി വിജയൻ നേതൃത്വം നൽകുക. എന്താ കാരണം പറഞ്ഞ്? സന്ദീപ് വാര്യരുടെ ചരിത്രം അറിയുന്നല്ലേ? ആ ചരിത്രം AK ബാലൻ അറിയുമായിരുന്നില്ലേ? ആ ചരിത്രം MP രാജേഷിന് അറിയുമായിരുന്നില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറഞ്ഞത് അവരാരാ? വ്യക്തിപരമായിട്ടുള്ളൊരു വിരോധവുമില്ല, ആശയപരമായ ഭിന്നത മാത്രമേ ഉള്ളൂ. ആശയം ഉപേക്ഷിച്ച് വന്നാൽ ഞങ്ങളുടെ ഗേറ്റും വാതിലൊക്കെ തുറന്നിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ ആരാ? അപ്പോൾ മുഖ്യമന്ത്രി അവരെ പറ്റി എന്താ പറയേണ്ടത്? എന്താ മുഖ്യമന്ത്രി പറയാത്തത്? ഒരു വർഗീയ രാഷ്ട്രീയം ഒരാൾ ഉപേക്ഷിച്ചു എന്നുള്ളതിൽ ശരിക്കും CPMന് ഇത്ര അസ്വസ്ഥതയുടെ കാര്യം എന്താ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരാൾ BJPയിലേക്ക് പോയി എന്ന വാർത്തയെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നതും BJPയിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതും രണ്ടും CPM ആവുന്നു. CPMലെ നേതൃത്വം, അത് മുഴുവൻ പ്രവർത്തകരുടെ വികാരമാണെന്ന അഭിപ്രായം എനിക്കില്ല. CPMലെ നേതൃത്വത്തിൽ ചിലർ അങ്ങനെയാവുന്നു. അത് മുഖ്യമന്ത്രിയുടെ ശരിക്കൊരു ലൈൻ മാറ്റം എന്ന് പറയാൻ പറ്റില്ല, ലൈൻ ഉറപ്പിക്കലാണ്. അത് വളരെ എക്സ്പോസ്ഡ് ആയിട്ട് മാറുകയാണ്. ഇത് വലിയൊരു ഒരു രഹസ്യബന്ധത്തിൻ്റെയോ ഇതിൻ്റെയൊക്കെ ആ ലെവലൊക്കെ കവിഞ്ഞിട്ട് ആ ഒരു ലൈൻ പിടിക്കാൻ, ഉറപ്പിക്കാൻ, അത് കമ്മ്യൂണിക്കേറ്റ് ആവട്ടെ എന്ന് വിചാരിച്ച് ഇൻറ്റൻഷനലി പറയുന്നത് പോലെയാണ് നമുക്കൊക്കെ അനുഭവപ്പെടുന്നത്. പക്ഷെ അതിന് എനിക്ക് തോന്നുന്നു CPM അണികൾക്ക് പോലും ഉൾക്കൊള്ളാവുന്ന ഒരു സ്റ്റാൻഡല്ല അത്തരം കാര്യങ്ങളിൽ ഉണ്ടായത്. BJP പുറത്ത് കിടക്കുന്ന പ്രചരണങ്ങൾക്ക് അപ്പുറത്തേക്ക് താഴ്ത്തട്ടിൽ പലതരത്തിലുള്ള മുൻപാണെങ്കിലും വഖഫാണെങ്കിലും സ്വാഭാവികമായിട്ടും അവർക്ക് വോട്ട് ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിൽ താഴ്ത്തട്ട് ബാധിക്കുമോ? ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുമോ? അല്ല, അവർ ഏത് കാലത്താണ് അത് ചെയ്യാത്തത്? അവർ ജനങ്ങളോട് വേറെ എന്താ പറയുന്നു? ഇവിടെ ഒരു സിലിണ്ടറിന് 950 രൂപ കൊടുക്കേണ്ടി വരുന്നതിനെ സംബന്ധിച്ച് അവർക്ക് എന്താ പറയാൻ പറ്റും? 108 രൂപ ലിറ്റർ പെട്രോളിന് കൊടുക്കേണ്ടി വരുന്നതിനെ സംബന്ധിച്ച്, 96 രൂപ ലിറ്റർ ഡീസലിന് കൊടുക്കേണ്ടി വരുന്നതിനെ സംബന്ധിച്ച്, 40 വർഷത്തെ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മയെ സംബന്ധിച്ച്, ഈ പാലക്കാടിൻ്റെ മുക്കും മൂലയും തകർത്ത നഗരഭരണത്തെ സംബന്ധിച്ച് ഇതൊന്നും പറയാനില്ലാത്തപ്പോൾ അതിലേക്കൊന്നും ചർച്ച വരാതിരിക്കാൻ വേണ്ടി എക്കാലത്തും ഈ വിഭാഗീയ അജണ്ടകളെ മുന്നോട്ട് വെക്കുന്നത് അത് എപ്പോഴും BJP ചെയ്യാൻ ശ്രമിക്കുന്ന ഒന്നാണ്. അതൊക്കെ പാലക്കാട്ട് ജനങ്ങൾ തിരിച്ചറിയില്ലേ? ജനങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ട് അവർക്കിപ്പോൾ മുനമ്പം പ്രശ്നം പരിഹരിക്കാനുള്ള ആത്മാർത്ഥം കൊണ്ടാണോ? ശബരിമല പ്രശ്നത്തെ പോലും ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, സുവർണാവസരം എന്ന് വിളിച്ച നേതൃത്വമല്ലേ? ഒരു വിശ്വാസി വേദനിച്ചൊരു സമയത്തെ സുവർണാവസരം എന്ന് വിളിച്ച, അപ്പം മറ്റൊരു സുവർണാവസരം തിരയാൻ, അതിനൊരു തൃശ്ശൂർ പൂരം പോലെ ഇവിടെ ഒരു ഡീലുണ്ടാക്കാൻ, അതിന് സാവകാശം, സമയം, ആ പ്രശ്നം പെട്ടെന്ന് വിളിച്ച് സെറ്റിൽ ചെയ്ത് പരിഹരിച്ച് അത് വേണ്ടാത്തൊരു ചർച്ചയിലേക്കോ വാട്സപ്പ് പ്രചരണങ്ങളിലേക്കോ വിദ്വേഷ പ്രചരണത്തിലേക്കോ പോകാനുള്ള സാധ്യത ഉണ്ടാക്കാതെ ഫിനിഷ് ചെയ്യേണ്ട ഒരു വിഷയത്തെ, ആ കുടുംബത്തെ, അവിടെ താമസിക്കുന്ന കുടുംബങ്ങളെ സംരക്ഷിക്കാമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നൊരു വിഷയത്തെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നില്ല CPMും ചെയ്യുന്നത്. അത് BJP അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതിൽ പുതുമയുള്ള കാര്യമല്ല. അതാണല്ലോ BJP.